മലയാളിയുടെ ആഘോഷം എന്നുള്ളത് നമ്മൾ ദുബായിൽ അത് ആഘോഷിക്കുമ്പോൾ അതൊരു വേൾഡിന് കാണാൻ പറ്റുന്ന രീതിയിൽ ലോകത്തിന്റെ 197 രാജ്യങ്ങളിലുള്ള ആൾക്കാർ ഒന്നിച്ച് വസിക്കുന്ന ദുബായ് കാണുമ്പോൾ മലയാളി ആഘോഷിക്കുന്ന ഓണം എന്ന് പറയുന്നത് അവർക്കും കൂടി കാണാനാണ്. അവരും കൂടി കണ്ട് മനസ്സിലാക്കണം ഇങ്ങനെയാണ് ഗ്ലോബൽ മലയാളി ഓണം ആഘോഷിക്കുന്നത് എന്നുള്ളത്. അത്തരത്തിലുള്ള ഓണാഘോഷവുമായി വീണ്ടും എത്തിയിരിക്കുകയാണ് അക്കാഫ് അസോസിയേഷൻ. വെൽക്കം വെൽക്കം. ഓരോരുത്തരെയും അവരുടേതായിട്ടുള്ള ഡെസിഗ്നേഷനും കൂടി വെച്ച് പറയട്ടെ. പോളേഡ അഗൈൻ പ്രസിഡന്റ് ഓഫ് അക്കാഫ് അസോസിയേഷൻ. പോളേഡ എത്രയോ വർഷമായിട്ട് അക്കാഫ് അസോസിയേഷൻ ഇങ്ങനെ മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുമാണ്. താങ്ക് യു സോ മച്ച്. ഈ വർഷം ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുള്ള ഒരു നിമിഷമാണ്. കാരണം കേരളത്തിന് പുറത്തുള്ള വലിയ 3 ബ്രാൻഡുകൾ ഒരുമിച്ച് ജോയിൻ ചെയ്യുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ അക്കാഫ് അസോസിയേഷൻ, സെക്കൻഡ് ഹിറ്റ് FM, ആൻഡ് ദെൻ ദ വൺ ആൻഡ് ഓൺലി ഫ്ലവേഴ്സ് TV. സോ ഇറ്റ്സ് ഗോയിങ് ടു ബി വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഓണം ഔട്ട്സൈഡ് കേരള. ഓക്കെ, സെപ്റ്റംബർ 28 പ്രസിദ്ധമായ വേൾഡ് ട്രേഡ് സെന്ററിൽ 2 വലിയ ഹാളെടുത്ത് വലിയൊരു വേദി ഉണ്ടാക്കി അവിടെ എല്ലാവരും ഒരുമിച്ച് പ്രായഭേദമന്യേ വീണ്ടും നമ്മൾ ഒത്തുചേരാൻ പോവുകയാണ്. ഇതിനിടയ്ക്ക് നേരത്തെ അദ്ദേഹം പറഞ്ഞത്, അതായത് ഫ്ലവേഴ്സും ഇതിന്റെ ഭാഗമാണ് എന്നുള്ളതാണ്. ഇപ്പൊ അത്തവണ അക്കാഫ് അസോസിയേഷന്റെ ഓണാഘോഷത്തിൽ ഹിറ്റ് എങ്ങനെ ഭാഗമാവുന്നു, അതോടൊപ്പം തന്നെ ഫ്ലവേഴ്സ് TV ഇതിന്റെ ഭാഗമാവുന്നു. ഫ്ലവേഴ്സ് TVയുടെ മിഡിൽ ഈസ്റ്റ് ഡയറക്ടർ, ഫ്ലവേഴ്സ് ഗ്രൂപ്പിന്റെ മിഡിൽ ഈസ്റ്റ് ഡയറക്ടർ. ആൻഡ് ഐ വുഡ് സേ ഞാൻ നമ്മുടെ ഹിറ്റ് FM പണ്ട് ഏഷ്യനെറ്റ് ഇരിക്കുന്നതിന്റെ തൊട്ടിപ്പുറത്തായിരുന്നല്ലോ നമ്മൾ ഇരുന്നിരുന്നത്. അപ്പൊ ആ കാലഘട്ടം തൊട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നത്. അതിനു മുമ്പ് UAE ശരിക്കും പറഞ്ഞാല് ഈ പറയുന്ന നമ്മുടെ മീഡിയയുടെ സംഭവം തുടങ്ങുന്ന കാലം തൊട്ട് ഇവിടെ ഉള്ള വ്യക്തി എന്ന് എടുത്തു പറയണം. ജോസഫ് സർ, വെൽക്കം. ജോസഫ് ഫ്രാൻസിസ് സർ 28 വർഷമായിട്ട് ഓണം UAE ആഘോഷിക്കുന്നത്. അതിൽ ഇനിയിപ്പോ ഈ വർഷത്തെ ആഘോഷം ഇനിയും വലുതാക്കാൻ പോവാണ്. അല്ലേ? And this time it is with Akaf. And so this time with Akaf this year is also a community year. That's what he was reminding me. So UAE is celebrating the community year. Flowers is celebrating the 10th year. Akaf is celebrating the 27th year. You are celebrating your 28th year. We are celebrating our 21st year. Oh. And lot of celebrations. A lot of celebrations, and we are very thankful that ഓണമായിട്ട് സദ്യക്ക് വരെ കേക്ക് കഴിക്കേണ്ടി വരുമല്ലോ എന്ന് ആലോചിക്കുന്നത്. ആ സെലിബ്രേഷൻ അവിടെ വെച്ച് നടത്തുകയാണെങ്കിൽ അല്ലേ? അപ്പം അടുത്ത ആളിലോട്ട് പോകുമ്പോഴും ഞാൻ പറഞ്ഞോട്ടെ, അതായത് തീർച്ചയായും ജനറൽ സെക്രട്ടറി ഷൈൻ ചന്ദ്രസേനൻ അദ്ദേഹം ഇവിടെ നമ്മളോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തിനോട് ചോദിക്കുന്നത് വെച്ചാൽ ഇത് ട്രേഡ് സെന്റർ അതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു വെന്യൂ ആയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നു അല്ലേ? എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? കഴിഞ്ഞ 3 വർഷമായി നമ്മൾ ഈ വെന്യൂ തന്നെയാണ് ഓണം കൊണ്ടാടുന്നത്. അക്കാഫ് എന്ന് പറയുന്ന കോളേജുകളുടെ പൂർവ്വവിദ്യാർത്ഥി സംഘടന, കേരളത്തിലെ കോളേജുകളുടെ പൂർവ്വവിദ്യാർത്ഥി സംഘടനയുടെ അപ്പെക്സ് ബോഡിയാണ്. അപ്പോൾ ഇത് ക്യാമ്പസാണ്. ആ ഓണം ഒരു ക്യാമ്പസ് റിക്രിയേറ്റ് ചെയ്ത് ആണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അത് മാത്രമല്ല, നമ്മുടെ വലിയ ചാരിറ്റി ഇവന്റ് കൂടി ചെയ്യുന്നു. 27 അമ്മമാരെ, വളരെ ഡിസർവിംഗ് ആയിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന തൊഴിലാളികളുടെ അമ്മമാരെ ഇവിടെ കൊണ്ടുവരികയാണ്. തീർച്ചയായും. അപ്പോൾ കഴിഞ്ഞ 2 വർഷവും നമ്മളത് ചെയ്തു. ഇപ്പോൾ അത് 3ാമത്തെ പ്രാവശ്യവും. അന്ന് ആദ്യം 25, ഇപ്പൊ 26, 27 എത്തി നിൽക്കുകയാണ്. 27ാമത്തെ വർഷം അക്കാഫ് സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ 27 അമ്മമാരെ ഇവിടെ കൊണ്ടുവന്നാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഈ അമ്മമാരെ കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ കൊണ്ടുവരുന്നത് ഏറ്റവും ഡിസേർവിംഗ് ആയിട്ടുള്ള, എത്രയോ നാളായി നാട്ടിൽ പോകാൻ കഴിയാത്ത, എത്രയോ നാളായി ഒരുപക്ഷെ അല്ലെങ്കിൽ എത്രയോ നാളെന്നുള്ളതിനേക്കാളും അവരുടേതായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ അവർക്ക് ഒരിക്കലും ഇപ്പോൾ അമ്മയോ അച്ഛനെയോ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ ഒരു സൗകര്യത്തിൽ താമസിപ്പിച്ച് കാണിക്കാൻ പറ്റാത്ത ആൾക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ഒരു പരിപാടിയും കൂടിയാണ് അല്ലേ? അപ്പൊ അതും ഇതിന്റെ കൂടെ, അതായത് ഇത്തവണ ഓണം ആഘോഷിക്കുമ്പോൾ 27 അമ്മമാരും നമുക്കുണ്ടാവും. അപ്പോൾ ഫ്ലവേഴ്സ് വേറൊരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട്. 10 അവരുടെ ഫ്ലവേഴ്സ് 10 ആണല്ലോ. അപ്പോൾ 10 കപ്പിൾസിന്, പ്രായമായ പേരൻസിനെ അവർ കേരളത്തിൽ നിന്ന് സെലക്ട് ചെയ്ത് ദുബായിലേക്ക് ഈ ഓണത്തിൽ പങ്കെടുപ്പിക്കാൻ. ഞാൻ അടുത്തൊരാളിലോട്ടും കൂടി പോട്ടെ. അതായത് ആണ് ഇതിന്റെ ജനറൽ കൺവീനർ, ഈ ഷോയിന്റെ മുഴുവൻ ഒരു ഫ്ലോ തീരുമാനിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തി കൂടിയാണ് അല്ലേ? വന്നിരിക്കുന്ന ചന്ദ്രക്കുറിയും ഒക്കെ ആയിട്ട് വന്നിരിക്കുന്നത് വെങ്കട്ജിയാണ്. വെങ്കട്ജി ഈസ് ദ ജനറൽ കൺവീനർ ഓഫ് ദ ഇവന്റ്. അപ്പോ പറയൂ, ഈ വർഷം ആരൊക്കെയാണ് പെർഫോം ചെയ്യുന്നത്, ആരൊക്കെയാണ് വരുന്നത് എന്നൊക്കെയുള്ളതെന്ന് പറയാം. ഞങ്ങളൊരു വലിയൊരു ടീമിനെ തന്നെയാണ് സസ്പെൻസ് ആക്കി വെച്ചിരിക്കുകയാണ്. ഞങ്ങളെ അതിന്റെ ഉത്തരവാദിത്വം ഫ്ലവർ TVക്ക് തന്നെ. അപ്പം
അവരിപ്പം അനൗൺസ് ചെയ്യണ്ടെന്നാ പറഞ്ഞത്. അതുകൊണ്ട് ഇപ്പം പറയുന്നില്ല, ഏകദേശം രൂപ ആയിട്ടുണ്ട്. ഇതിന്റെ ഏറ്റവും രസമുള്ളൊരു കാര്യമുണ്ട്, സദ്യയും അതുപോലെ എന്റർടൈൻമെന്റ് പ്രോഗ്രാമും ഒക്കെ ഒരേ ഒറ്റ എല്ലാം ഒരു ഹാളിലായിരിക്കും. സദ്യ നമുക്ക് ഒരു 10,000 അടുത്തുള്ള ആൾക്കാർക്കാണ് സദ്യ കൊടുക്കുന്നത്. പിന്നെ 15,000 ആണ് ഞങ്ങളുടെ ടോട്ടൽ ഞങ്ങളെ സ്ട്രെങ്ത് അന്നത്തെ ഓഡിയൻസ് ഉണ്ടാവുക. അത് ഞങ്ങളെ ആൾക്കാർ തന്നെയാണ് കേട്ടോ. അക്കാഫ് മെമ്പേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ, പുറത്തുനിന്ന് ആരും ഉണ്ടാവില്ല. അതാണ് അതിന്റെ ഒരു ഇമ്പോർട്ടന്റ്. അല്ല, അത് ഞാൻ പറഞ്ഞ തിരുത്തും, പുറത്തുനിന്ന് ആൾക്കാരുണ്ടാവും. ആകെ ഹിറ്റ് എഫ്എമ്മിന്റെ ലിസണേഴ്സ് അതുണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. അക്കാഫിന്റെ മെമ്പേഴ്സ് അല്ലാതെയും നിങ്ങൾക്ക് കിട്ടാനുള്ള മാർഗം ഉണ്ടാവുക ഹിറ്റിന്റെ ലിസണേഴ്സ് ആണ്. ഇവിടെ ഒരു കോൺടെസ്റ്റ് നടത്തി നമ്മൾ കൊടുക്കുന്നുണ്ടാവും. പിന്നെ ബാക്കി കുറച്ച് മാർഗങ്ങളുണ്ട്, നമ്മൾ അത് എങ്ങനെയാണെന്നുള്ള പറയും. അതിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം. അല്ല, ഞങ്ങളുടെ എപ്പോഴും ഉള്ള ഇതില് ഞങ്ങൾക്ക് തന്നെ 60,000 മെമ്പേഴ്സ് ഉണ്ട്. ഞങ്ങൾ 135 കോളേജസിന്റെ ഒരു എഫെക്സ് ബോഡിയാണ്, കേരളത്തിലെ മൊത്തം കോളേജസിന്റെ. അപ്പൊ ഞങ്ങൾക്ക് പുറത്തുനിന്ന് ഞങ്ങൾ ടിക്കറ്റ് കൊടുത്തിട്ട് ഒരാളെ കൊണ്ടുവരേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് തന്നെ ടിക്കറ്റ് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പിന്നെ അന്ന് ശരിക്കും ഞങ്ങൾ കോളേജ് ഇന്റർ സോൺ ഒക്കെ നടക്കില്ലേ, അതിന്റെ ഒരു മിനിയേച്ചർ അവിടെ നടക്കുന്നത്. അന്ന് രാവിലെ 7 o'clock തൊട്ടിട്ട് 12 o'clock വരെയാണ് പ്രോഗ്രാം. ഇതിന്റെ മുന്നേ ഞങ്ങൾ ഈ ഇപ്പം മലയാളി മംഗ, പുരുഷ കേസരി, അതിന്റെയൊക്കെ കോമ്പറ്റീഷൻ ഞങ്ങൾ മുന്നേ നടത്തിയിട്ട് അതിന് വിന്നേഴ്സിന്റെ ഒരു 10 പേരെ മാത്രമേ ഇവിടെ എടുക്കുന്നു. 50 പേരൊക്കെ ഉണ്ടാവും. അതിന് ഞങ്ങൾ സെലക്ട് ചെയ്തിട്ട് ഒരു 10 മെമ്പേഴ്സിനെ മാത്രമേ ഇവിടെ കയറ്റുന്നുള്ളൂ. നമ്മളെ പ്രോഗ്രാമിന്റെ അന്ന് 7 മണിക്ക് അവരുടെ കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ആവും. ഞങ്ങൾ ഇപ്രാവശ്യം ഒരു കുട്ടികളുടെയും കൂടെ ഫാഷൻ ഷോ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഈ പ്രാവശ്യം. ആ ഇവന്റ്സ് മുഴുവൻ ഈ പറഞ്ഞതുപോലെ അതിന്റെ ഫ്ലോ ഒക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ നമ്മൾ പറയുന്നുണ്ടാവും. ഒഫീഷ്യലി അനൗൺസിംഗ് September 28th at Dubai World Trade Center അക്കാഫ് അസോസിയേഷന്റെ ഓണാഘോഷത്തിന് ഇട്ടേക്കുന്ന നമ്മുടെ പേര് പൊന്നോണക്കാഴ്ച. അത് രജിസ്റ്റേർഡ് ആണ്. ഫ്ലവേഴ്സ് അക്കാഫ് പൊന്നോണക്കാഴ്ച 2025 ഫ്ലവേഴ്സ് അക്കാഫ് പൊന്നോണക്കാഴ്ച. അപ്പോൾ മാത്രമല്ല ഫ്ലവേഴ്സിലൂടെ നാളെ രാവിലെ ഇതിന്റെ അനൗൺസ്മെന്റ് അല്ലെ, ഫ്ലവേഴ്സിന്റെ രാവിലത്തെ നമ്മുടെ ശ്രീധർ സാറിന്റെ ഷോയില് ഉണ്ടാവും. അപ്പൊ അതിന് നിങ്ങൾക്ക് അത് കാണുകയും ചെയ്യാൻ പറ്റും കേട്ടോ. അഗൈൻ പോളേട്ടാ, ഷൈൻ ചേട്ടാ, വെങ്കട്ജി, എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. പൊന്നോണക്കാഴ്ച ഒരു ഹിറ്റ് ആകട്ടെ. വലിയൊരു പൂക്കളത്തോട് കൂടി ഫ്ലവേഴ്സ് വന്നതോടുകൂടി വലിയ പൂക്കളായിരുന്നു.